ഒന്നുമില്ലടോ, ഇലക്ഷനൊക്കെ ആയില്ലേ. അപ്പതാ വികസനങ്ങളെന്നും ക്ഷേമ പെൻഷനൊക്കെ ഞങ്ങളാ കൊടുക്കുന്നേന്ന് പറഞ്ഞിട്ട് എത്ര പേരാ വരുന്നേ. ഒരുമാതിരി ഇടി വെട്ടുമ്പോ കൂണ് മുളയ്ക്കുന്ന പോലെ. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? നമ്മുടെ നാട്ടിലെ പെൻഷന്റെ തന്നെ കാര്യം കണ്ടില്ലേ, പരസ്പരം അടിയല്ലേ. അതൊക്കെ പോട്ടെ, ഒരു വികസനം വന്നു കഴിഞ്ഞാ അല്ലെങ്കിൽ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്ന അതൊക്കെ ഞങ്ങളാണ് ചെയ്തതെന്ന് ഒരു വിഭാഗം പറയുന്നു, വേറൊരു വിഭാഗം ഞങ്ങളാണ് അവകാശപ്പെട്ടതെന്ന്. പിതൃത്വം ഏറ്റെടുക്കാനുള്ള അടിയാ. ഇതൊക്കെ കണ്ട് നമ്മൾ ആരെ വിശ്വസിക്കാനാ, ആർക്ക് വോട്ട് കൊടുക്കാനാ? അപ്പൊ സംശയമാണ് മെയിൻ. മാറ്റാം, ഞാൻ നിങ്ങളടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, വ്യക്തിപരമായിട്ടുള്ള ഉത്തരങ്ങൾ പറയണം. അപ്പൊ ഈ സംശയമൊക്കെ അങ്ങ് മാറും. ഓക്കെ? ഒരു 10 വർഷം മുമ്പ് നമ്മുടെ പെൻഷന്റെ അവസ്ഥ എന്തായിരുന്നു? അതിലെന്താ ഇപ്പൊ ഇത്ര പറയാനല്ലേ? ആകെ കൊടുത്തിരുന്നത് ഒരു 600 രൂപ. അതാണെങ്കിലോ കിട്ടിയാ കിട്ടി എന്നൊരു മൂടും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ, 1600 രൂപ കിട്ടുന്നുണ്ട്. അത് മാത്രല്ല എല്ലാ മാസവും കൃത്യമായിട്ടാണ് കൊടുക്കുന്നത്. അക്കാര്യത്തിലൊരു സംശയം വേണ്ട, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ അതിലൊരു സംശയമില്ല. ബാക്കി നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ ആശുപത്രികളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥ എന്തായിരുന്നു? അതിലൊന്നും പറയാതിരിക്കല്ലേ ഭേദം. വേറൊന്നുമല്ല, അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടെ എപ്പോഴാണോ ഇടിഞ്ഞു പൊളിഞ്ഞു വീണെന്ന് വെച്ച് പിള്ളേര് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഒക്കെ 5 സ്റ്റാർ ഹോട്ടലിന് വെല്ലുന്ന സാധനല്ലേ സ്കൂളുകളിലുള്ളത്. ഇപ്പൊ പിള്ളേരെ സ്കൂളിൽ നിന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരണം. അത് മാത്രോ, ആശുപത്രികളൊക്കെ എന്തുട്ടാ മാറ്റങ്ങള്. അന്നത്തെ കാലത്ത് ചാള വറുത്തടക്കി പോലെയായിരുന്നു വരാന്തയിൽ ആളുകൾ കിടന്നുകൊണ്ടിരുന്നത്, രോഗികള്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിയില്ലേ, വേറെ മാറ്റല്ലേ വന്നത് നമ്മുടെ കേരളത്തില്. അപ്പൊ അതും മാറി. അപ്പൊ എങ്കിൽ ഇനി നമ്മളെ ദേശീയ പാതയൊക്കെ വരാൻ പോവുകയാണല്ലോ, കേരളത്തിന്റെ ഗതാഗത മേഖലയൊക്കെ മാറും. എന്താ അഭിപ്രായം? അതിലിപ്പോ എന്താ പറയാനിരിക്കുന്നത്? ദേശീയപാത പണി പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളം വലിയൊരു ടൗൺഷിപ്പായിട്ട് മാറും. അതിലൊരു സംശയവും വേണ്ട. മാത്രല്ല നമ്മുടെ ജീവിത രീതി മൊത്തത്തിൽ അങ്ങ് മാറില്ലേ, ഗംഭീരാവും കാര്യങ്ങള്. ഗംഭീരമാണേ, തീർച്ചയായിട്ടും. സംശയമൊന്നും ഇല്ലല്ലോ. മാറി, ഒക്കെ മാറി. അപ്പൊ ഇലക്ഷൻ ID കാർഡ് എടുക്കാൻ മറക്കണ്ട. അപ്പൊ നാട് വികസിക്കാനുള്ളതാണ്, മുരടിക്കാനുള്ളതല്ല. മാറ്റം അത് നമ്മളിൽ നിന്നും തുടങ്ങട്ടെ.